ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏകദേശം ഒരു നൂറ്റാണ്ട് മുൻപ് ആൽബർട്ട് ഐൻസ്റ്റീൻ നടത്തിയ ഒരു പ്രസംഗത്തെക്കുറിച്ചാണ്. സാങ്കേതികവിദ്യയെക്കുറിച്ച് അദ്ദേഹം അന്ന് നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട്. അത് കേട്ടാൽ അദ്ദേഹം ഇന്നത്തെ ലോകത്തെക്കുറിച്ചാണോ സംസാരിക്കുന്നതെന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു പോകും. നമുക്കാദ്യം തന്നെ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകാം. ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു അത്ഭുതമുണ്ടല്ലോ, അതൊന്ന് ഓർത്തു നോക്കൂ. കാണാൻ പോലും പറ്റാത്ത തരംഗങ്ങളിലൂടെ ശബ്ദം ലോകത്തിന്റെ അങ്ങേയറ്റത്തെത്തുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു മാജിക് തന്നെയല്ലേ? അപ്പോ സംഭവം നടക്കുന്നത് 1930-ൽ ബെർലിനിലാണ്. ഒരു റേഡിയോ എക്സിബിഷന്റെ ഉദ്ഘാടനം. അവിടെ ഈ പുതിയ അത്ഭുതകരമായ കണ്ടുപിടുത്തത്തെക്കുറിച്ച് സംസാരിക്കാൻ അവർ ഐൻസ്റ്റീനെ ക്ഷണിച്ചിരിക്കുകയാണ്. അന്നത്തെ കാലത്ത് അതൊരു വെറും ഉപകരണം മാത്രമായിരുന്നില്ല കേട്ടോ. മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു വലിയ പ്രതീക്ഷയായിരുന്നു അത്. അപ്പോ ഐൻസ്റ്റീന്റെ കണ്ണില് റേഡിയോ എന്തായിരുന്നു? അത് വെറുമൊരു ഗാഡ്ജറ്റ് ആയിരുന്നില്ല, അല്ല, അതായിരുന്നു സയൻസിന്റെ ഒരു വലിയ വിജയം. നമ്മൾ പഠിക്കുന്ന ശാസ്ത്രത്തിന് മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കാൻ പറ്റും എന്നതിന്റെ ഒരു പെർഫെക്റ്റ് ഉദാഹരണമായിട്ടാണ് അദ്ദേഹം അതിനെ കണ്ടത്. അതായത് അദ്ദേഹത്തിന്റെ ചിന്ത അതിന്റെ ടെക്നോളജിയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ശരിക്കുമുള്ള ചോദ്യം ഇതായിരുന്നു: മനുഷ്യർക്ക് നല്ലൊരു ഭാവിയുണ്ടാക്കാൻ ഈയൊരു കണ്ടുപിടുത്തം കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും? അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ചിന്ത. ഇവിടെയാണ് ശരിക്കും രസം. ഐൻസ്റ്റീൻ റേഡിയോയെ കണ്ടത് സമാധാനവും ഐക്യവുമുള്ളൊരു ലോകമുണ്ടാക്കാനുള്ള ഒരു ടൂളായിട്ടാണ്. വെറും ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് അല്ല, മറിച്ച് സമാധാനത്തിലേക്കുള്ള ഒരു വഴി. ആലോചിച്ചു നോക്കൂ. അദ്ദേഹം വിശ്വസിച്ചതെന്താണെന്ന് വെച്ചാൽ, ഈയൊരു ടെക്നോളജിക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന രീതിയെ തന്നെ അടിമുടി മാറ്റാൻ പറ്റുമെന്നാണ്. കാലങ്ങളായി നിലനിന്നിരുന്ന തെറ്റിദ്ധാരണകളുടെ ആ വലിയ മതിലുകളില്ലേ, അതൊക്കെ ഇടിച്ചു നിരത്താൻ ഇതിന് കഴിയുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഇതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന്റെ കാതൽ. ഒന്നാലോചിച്ചു നോക്കൂ. ലോകത്തെവിടെയുള്ള മനുഷ്യർക്ക് ഒരു മറയുമില്ലാതെ നേരിട്ട് സംസാരിക്കാൻ കഴിയുക. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. പക്ഷേ ഐൻസ്റ്റീന്റെ ഈ ശുഭാപ്തി വിശ്വാസത്തിന് ഒരു മറുവശം കൂടിയുണ്ടായിരുന്നു. വളരെ ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പ്. ശാസ്ത്രം തന്നെ ഒരു ആയുധമായി മാറിയാലോ? ആ ഒരു അപകടത്തെക്കുറിച്ചായിരുന്നു അത്. അതെ, ഒരു വശത്തെ ഇത്രയധികം നന്മകളുണ്ട്. പക്ഷെ മറുവശത്തോ? അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ സംഭാഷണത്തിന്റെ ഗതി മാറ്റുകയാണ്. ആ നാണയത്തിന്റെ മറ്റേ പുറം കൂടി നമ്മൾ കാണണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇതൊന്നും റേഡിയോയെക്കുറിച്ച് മാത്രമുള്ള പേടിയായിരുന്നില്ല കേട്ടോ. ഐൻസ്റ്റീൻ ശരിക്കും ഭയപ്പെട്ടതിതാണ്. ശരിയും തെറ്റും നോക്കാതെ, ഒരു ധാർമ്മികതയുമില്ലാതെ ശാസ്ത്രം മുന്നോട്ട് കുതിച്ചാൽ എന്ത് സംഭവിക്കും? അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആശങ്ക. നോക്കൂ, ഒരു വശത്ത് റേഡിയോയ്ക്ക് ആളുകളെ ബോധവാന്മാരാക്കാനും അറിവ് നൽകാനും സമാധാനം കൊണ്ടുവരാനും കഴിയും. അതാണ് അതിന്റെ നല്ല മുഖം. പക്ഷേ മറുവശത്ത് അതേ റേഡിയോ തന്നെ തെറ്റായ ആളുകളുടെ കയ്യിൽ കിട്ടിയാലോ? ആളുകളെ തമ്മിലടിപ്പിക്കാനും കള്ളങ്ങൾ പ്രചരിപ്പിക്കാനും സമൂഹത്തിൽ വിള്ളലുകളുണ്ടാക്കാനുമുള്ള ഒരു ഭീകരമായ ആയുധമായി അത് മാറും. ഇതൊരു സാധാരണ മുന്നറിയിപ്പല്ല, ശരിക്കും ഞെട്ടിക്കുന്നൊരു പ്രവചനമായിരുന്നു അത്. അപ്പൊ ശരി, ടെക്നോളജി ഒരു ഇരുതലവാളാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ എന്താണ് വഴി? എങ്ങനെയാണ് ഈ വാളിന്റെ മൂർച്ചയുള്ള ഭാഗം കൊണ്ട് മുറിവേൽക്കാതെ നമ്മൾ രക്ഷപ്പെടുക? ഐൻസ്റ്റീൻ ഇതിനൊരു പരിഹാരം കണ്ടിരുന്നോ? അദ്ദേഹത്തിന്റെ ഉത്തരം വളരെ ലളിതവും എന്നാൽ ശക്തവുമാണ്. ടെക്നോളജി മുന്നോട്ടു പോകുന്നതിനൊപ്പം, അല്ലെങ്കിൽ അതിനേക്കാൾ വേഗത്തിൽ, നമ്മുടെ ധാർമ്മികതയും വളരണം. കാരണം മനുഷ്യന്റെ നന്മയ്ക്ക് ഉപയോഗിക്കാത്ത ഒരു കണ്ടുപിടുത്തത്തിനും ഒരു വിലയുമില്ല. സിമ്പിൾ. അപ്പോ എവിടെ നിന്നാണ് ഈ പുരോഗതി വരുന്നത്? കർശനമായ നിയമങ്ങളിൽ നിന്നോ അച്ചടക്കത്തിൽ നിന്നോ അല്ല, മറിച്ച് ഒരു കുട്ടിയുടെ കൗതുകത്തിൽ നിന്നാണ്. ഇതെന്താ അങ്ങനെ, അതെന്താ അങ്ങനെ എന്ന് നിർത്താതെ ചോദിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് യഥാർത്ഥ ശാസ്ത്രത്തിന്റെ എഞ്ചിൻ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരു തരം കളിയായ ജിജ്ഞാസ. ഇത് വെറുതെ പറയുന്നതല്ല. ഐൻസ്റ്റീന്റെ തന്നെ ജീവിതം നോക്കിയാലും മതി. ഒരു പ്രകാശരശ്മിയുടെ മുകളിൽ കേറി യാത്ര ചെയ്താൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ചിന്തിച്ച ആളാണ് അദ്ദേഹം. അത്തരം കളിയായ ചിന്തകളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വലിയ സിദ്ധാന്തങ്ങൾ പോലും പിറന്നത്. അതായത്, ശാസ്ത്രമെന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യത്വത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നാകരുത്. അപ്പോ എന്തുകൊണ്ടാണ് ആളുകൾ ഐൻസ്റ്റീനെ ഇത്രയധികം ശ്രദ്ധിച്ചത്? കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പിന്നിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വമുണ്ടായിരുന്നു. അദ്ദേഹം വലിയ ഷോ കാണിക്കുന്ന ഒരാളായിരുന്നില്ല. പകരം വളരെ ലളിതമായി സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്ന, എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ശബ്ദമായിരുന്നു ഐൻസ്റ്റീന്റേത്. ഇനി നമ്മൾ വരുന്നത് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്. ഓക്കെ, ഇതൊക്കെ 1930-ലെ റേഡിയോയുടെ കാര്യം. പക്ഷേ ഐൻസ്റ്റീൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഡിജിറ്റൽ ലോകത്ത് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ?
ഈ സ്ലൈഡിലേക്ക് ഒന്ന് നോക്കൂ. ഇത് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. 1930-ൽ റേഡിയോയെക്കുറിച്ച് ഐൻസ്റ്റീൻ ഉണ്ടായിരുന്ന അതേ പ്രതീക്ഷകൾ, അതേ ഭയങ്ങൾ, അവയല്ലേ ഇന്ന് നമ്മൾ ഇന്റർനെറ്റിനെക്കുറിച്ചും AI-ക്കുറിച്ചും സംസാരിക്കുമ്പോൾ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ചരിത്രം ആവർത്തിക്കുകയാണോ എന്ന് തോന്നിപ്പോക്കും, അല്ലേ? അപ്പോ ഇതാണ് നമുക്ക് മുന്നിലുള്ള അവസാനത്തെ ചോദ്യം. ഐൻസ്റ്റീൻ ഈ മുന്നറിയിപ്പ് നൽകിയിട്ട് 90 വർഷം കഴിഞ്ഞു. നമ്മളത് കേൾക്കുന്നുണ്ടോ? നമ്മുടെ കയ്യിലുള്ള ഈ അത്ഭുതകരമായ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ മനുഷ്യരെ ഒന്നിപ്പിക്കുകയാണോ അതോ കൂടുതൽ ഭിന്നിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അവസാനം ആ തീരുമാനം നമ്മൾ ഓരോരുത്തരുടേതുമാണ്.